പ്രതിരോധ കുത്തിവയ്പ് എടുത്തതിന് ശേഷവും പേവിഷബാധയേറ്റ് ഒരു കുഞ്ഞു മരിച്ചു. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി വിഭാഗം മേധാവി ഡോക്ടർ എ ആസ്മ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഡോക്ടർ ശരിക്കും ഈ കുട്ടിക്ക്? ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായി ഒരു 6 പേർ കൊണ്ടുവന്നതിൽ ഒരാളാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിന് നല്ല ഗുരുതരമായ മുറിവുണ്ടായിരുന്നു. തിരൂരങ്ങാടി ആശുപത്രിയിലേക്കാണ് ഇവർ ആദ്യം കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം, കുഞ്ഞിനുള്ള പ്രഥമ ശുശ്രൂഷ വീട്ടിൽ നിന്ന്, അപ്പോൾ ആ ഒരു സമയം ഡിലേ ഉണ്ടായി. വീട്ടിൽ നിന്ന് എടുക്കാതെ അവർ വളരെ ഭയത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തിരൂരങ്ങാടിയിൽ നിന്നും IDRVയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. അപ്പോൾ അവിടെയും ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ തിരൂരങ്ങാടിയിൽ നിന്ന് വൂണ്ട് വാഷിങ്ങും IDRVയും കൊടുത്തു. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാ മുറിവുകൾക്ക് ചുറ്റും മരുന്നും കൊടുത്തു. പക്ഷേ ചിലപ്പോൾ ഇതിൽ വന്നിരിക്കാവുന്ന കാര്യം സ്കാൽപ്പിലുള്ള ആഴത്തിലുള്ള മുറിവുകളിലൂടെയോ ചുണ്ടിലുള്ള ചെറിയ സ്ക്രാച്ചുകളിലൂടെയോ ആകാം ഈ വൈറസ് പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കാം ഈ കുട്ടിക്ക് റേബീസ് വന്ന് മരണപ്പെടാൻ കാരണം. വലിയൊരു ആശങ്ക ഈ ഒരു മരണം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇങ്ങനെയുള്ള മുറിവുകളിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രഥമ ശുശ്രൂഷയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. 15 തൊട്ട് 20 മിനിറ്റ് വരെ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ സോപ്പും വെള്ളവും ഇട്ടിട്ട് മുറിവുകൾ കഴുകുക എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാവരും വീട്ടിൽ ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെയെങ്കിലും കയ്യിൽ വെച്ചിരിക്കണം. നമ്മളെല്ലാവരുടെ കയ്യിലും സാധാരണ കുറേ അവബോധമുള്ള ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. ഇതുവഴി നമുക്ക് കുറേയധികം വൈറൽ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് ഇൻഫിൽട്രേഷനിലൂടെയും റിഗ് കൊടുക്കുന്നതിലൂടെയും ചികിത്സയുടെ സക്സസ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. നായകടിയേറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യം എന്താണ്? ഇത് തന്നെയാണ് സോപ്പ് ആൻഡ് വാട്ടർ ക്ലീനിങ്. അത് ഏത് ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും സോപ്പ് ആൻഡ് വാട്ടർ ക്ലീനിങ്, തറോ സോപ്പ് ആൻഡ് വാട്ടർ ക്ലീനിങ് 15 തൊട്ട് 20 മിനിറ്റ് റണ്ണിങ് വാട്ടറാണ് ഫസ്റ്റ് എയ്ഡിലെ പ്രഥമയും. പിന്നെ ടെറ്റനസ് ടോക്സോയിഡ് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക, റിഗ് കൊടുക്കുക, ദാറ്റ് ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കാറ്റഗറി 3 ഗുരുതരമായ മുറിവുകളിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് മുറിവിന് ചുറ്റും നൽകുക മാക്സിമം. പിന്നെ IDRV എടുക്കുക. ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ മുറിവുകളായിരുന്നു ആയിരുന്നു. സ്കാൽപ്പിലും മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരം ഒട്ടാകെ അനവധി സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു, കാലിലും മുറിവുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും നായകടിയേറ്റാനുള്ള എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ചത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.